ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു അറേ ക്വസ്റ്റ്യൻ ആണ്. അറേയിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് കൗണ്ട് ഓഫ് ഓൾ ഇലവൻറ്റ്, നെഗറ്റീവ് ഇലവൻറ്റിൻ്റെ എല്ലാത്തിനും കൗണ്ട് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, പിന്നെ മൂവ് ദ ബിഗിനിങ് ഓഫ് ഗിവൺ അറേ, ഈ നെഗറ്റീവ് ഇലവൻറ്റിനൊക്കെ ഈ അറേൻ്റെ ബിഗിനിങ്ങിലേക്ക് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫൈൻഡ് ദ ആവറേജ് ഓഫ് നോൺ നെഗറ്റീവ് നമ്പർ. നമുക്ക് മെയിനായിട്ട് ആദ്യം ചെയ്ത് തീർക്കേണ്ടത് ഈ ഒരു നെഗറ്റീവ് എലമെൻസിനൊക്കെ ബിഗിനിങ്ങിലേക്ക് മാറ്റുന്ന പരിപാടിയാണ്. ഇതുപോലെ മൂവ് ദ സീറോ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എഴുതുന്നത് നോൺ സീറോ ആയിട്ടുള്ള എല്ലാത്തിനെയും ബാക്കിലേക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം നമ്മൾ എഴുതുക. ഓക്കെ, പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു മെത്തേഡിലൂടെ ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. എല്ലാ നോൺ നെഗറ്റീവിനെയും എടുത്ത് ബാക്കിലേക്ക് വെക്കാൻ നോക്കിയാൽ ആ രീതിയിൽ ഇപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് എക്സാമ്പിളിൽ ഒരു അറേ ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എക്സാമ്പിളിന് ഒരു അറേ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതിൻ്റെ നമ്മൾ പറയുന്നത് നോൺ നെഗറ്റീവിനെ എടുത്ത് ബാക്കിലേക്ക് വെക്കാൻ നോക്കിയാൽ ഈ -7 നടന്ന് പോകും. അവിടെ 0 ആയതുകൊണ്ടാണ് നമുക്ക് ആ പരിപാടി നടത്താൻ പറ്റുക കേട്ടോ. വേറെ ഏത് നമ്പർ ആയാലും പറ്റത്തില്ല. 0 ആകുമ്പോൾ നമുക്കെന്താ അഡ്വാൻറ്റേജ്, ആ നോൺ സീറോ ആയിട്ടുള്ള എല്ലാത്തിനൊക്കെ ബാക്കിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ മുമ്പിലേക്ക് മാറ്റി വെച്ചാൽ ബാക്കിയുള്ളിടത്തൊക്കെ 0 വെച്ച് കൊടുത്താൽ മതി. ആ നോൺ സീറോയിനടുത്ത് മാറ്റി വെക്കുന്ന ലോജിക്ക് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനായിട്ടെല്ലാം ഇട്ടോളാം, ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ മർജിങ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതായത് മർജ് യൂസ് ചെയ്തിട്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതിൻ്റെ ഒരു ലോജിക്ക് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. മെർജ് അറിയാത്തവർക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ ഇടുന്നുണ്ട്. അതാദ്യം വാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരി. ഇനി അങ്ങോട്ടൊക്കെ മർജിങ് തന്നെയാണുള്ളത്, അതായത് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം നമ്മൾ ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ്, അതായത് നെഗറ്റീവിനെടുത്ത് മുമ്പിലേക്ക് മാറ്റി വെക്കുന്ന പരിപാടിയാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു അറേ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ ഒന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ നെഗറ്റീവ് വാല്യൂ ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഇതൊരു നെഗറ്റീവ് ആക്കുന്ന, ഇവിടെ 3 നെഗറ്റീവ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ നമുക്ക് 2 അറേ ആവശ്യമായിട്ടുണ്ട്. അതായത് വേറൊരു അറേ ആവശ്യമായിട്ടുണ്ട്. ഞാൻ മെർജിങ് ആണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ആദ്യത്തെ അറേന് ഞാൻ നെഗറ്റീവ് എന്ന് പേര് കൊടുത്ത്, നെഗ് എന്ന് പേര് കൊടുത്ത് ഒരു 100 വാല്യൂസിന് എൻ്റർ ചെയ്യാനുള്ളത് കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ ഞാൻ പോസ് എന്ന് പറഞ്ഞിട്ട്, അതായത് പോസിറ്റീവിന് വെക്കാനായിട്ട് ഒരു അറേ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക, ഇഫ് ഒരു ഫോർ ലൂപ്പ് വർക്ക്. ഓക്കെ, ആദ്യം i = 0 തൊട്ടിട്ട് i < ലിമിറ്റ് വരാം. ഇതിൻ്റെ ഉള്ളിൽ ലിമിറ്റ് എന്ന് പേര് കൊടുക്കുക. ഓക്കെ, i++ ബോഡി തുറക്കുക. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ചെക്ക് ചെയ്യില്ലേ. ഈ AR of i <0 ആണോ ചെക്ക് ചെയ്യുക. <0 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആണ്. ഇതിൻ്റെ അതായത് ഇവിടെ വരുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. അതായത് 0-നെക്കാട്ടും ചെറിയ വാല്യൂ AR of iൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈഫിനുള്ളിൽ വരും, അതായത് അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു നെഗ് അറേ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, നെഗ് ഓഫ് ഐൻ്റെ അകത്ത് ആ ഒരു AR of i എടുത്ത് വെക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി എൽസ് കേസിൻ്റെ അകത്ത് പോസിറ്റീവ് അറേയില്ല, നമ്മൾ പോസ് ഓഫ് അറേ എന്ന് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് ആ ഒരു AR of i എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 അറേനെ 2ലേക്ക് മാറ്റിയിട്ടുണ്ട്, പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ മർജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് വേറൊരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് i = 0 തൊട്ട് അവർക്ക് ഇവിടെ നമുക്ക് ഒരു ചില്ലറ പരിപാടി ചെയ്യാനുണ്ട്. ഇവിടെ ജെന് നമുക്ക് ആവശ്യമുണ്ട്, ഒരു k എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളും ആവശ്യമുണ്ട്. ഇവിടെ j++ കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെയും k++ കൊടുക്കുക. ഇവിടെ നമ്മൾ j ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ kയും കൂടി ഡിക്ലെയർ ചെയ്യുക.
നിങ്ങളെ കമ്പൈലർ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഇവിടെ അസൈൻ 0 കൊടുക്കണം രണ്ടിനും. ഓക്കെ, ഇവിടെ ഈ ഓൺലൈൻ JDBക്ക് അത് ആവശ്യമില്ല. ഇവിടെ ഞാൻ ++ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ വാല്യൂ കൂടി വരും. ആദ്യത്തെ മർജിങ്ങിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ i <j വരെ കൊടുക്കും. ഓക്കെ, ഈ ഒരു ഫോർ ലൂപ്പ് ഒക്കെ വർക്കായി കഴിയുമ്പോൾ ജെൻ്റെ ലാസ്റ്റ് വരുന്ന ഒരു വാല്യൂ ഉണ്ട്. ആദ്യം നമുക്ക് നെഗറ്റീവ് വാല്യൂനല്ലേ ഇനി ഒരു അറേ പ്രിന്റ് ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കണ്ടേ, അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി. എന്നിട്ട് i++. ഓക്കെ, എന്നിട്ട് ആ ഒരു AR ഓഫ് iൻ്റെ അകത്ത് ആ നെഗ് ഓഫ് i ഇല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ച് ഇപ്പോഴത്തെ ആ അറേയിലെ വാല്യൂ ആദ്യം ആ AR ഓഫ് iയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പം നമുക്ക് കിട്ടുന്ന അറേ എങ്ങനെയുണ്ടാവുമെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനൊരു ഫോർ ലൂപ്പ് വെച്ചിട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. i = 0 തൊട്ട് i ലിമിറ്റ് വരെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ട് നെഗറ്റീവ് വാല്യൂ ഒക്കെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കൊടുത്ത എത്ര നെഗറ്റീവ് വാല്യൂ 2 ഉണ്ട്, -5 ഉണ്ട്, -63, 47 അതൊക്കെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വാല്യൂ ആണ് നമുക്ക് മാറ്റേണ്ടത്. അത് ഇനി അടുത്തായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നെഗറ്റീവ് വാല്യൂനെ നമ്മൾ മുമ്പിൽ എടുത്ത് വെച്ച് ഇനി ബാക്കിയുള്ള പോസിറ്റീവ് വാല്യൂനെ എടുത്ത് വെക്കണം. അങ്ങനെ എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ മർജിങ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഫോർ ലൂപ്പിൻ്റെ അകത്ത് i = 0 തൊട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. i ഇപ്പോൾ പോകേണ്ടത് k വരെയാണ്, അതായത് രണ്ടാമത്തെ ഫോർ ലൂപ്പിൻ്റെ ഇത്. ഓക്കെ, ലിമിറ്റ് അതായത് രണ്ടാമത്തെ ഈ പോസിറ്റീവിൻ്റെ ലിമിറ്റാണ് ഞാനിപ്പോൾ ഇവിടെ k ആയിട്ട് കൊടുത്ത ലിമിറ്റ്. ഓക്കെ, ഇവിടെ i++ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് AR ഓഫ് iയിലേക്ക് കൊടുക്കരുത്. ഇവിടെ നമ്മൾ j വരെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ആദ്യം നമ്മൾ നെഗറ്റീവ് വാല്യൂ സ്റ്റോർ ചെയ്ത് ഇനി അതിൻ്റെ വാല്യൂൻ്റെ അടുത്ത് ഒന്നും തരരുത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ +j കൊടുക്കണം. ഓക്കെ, എന്നിട്ട് AR അല്ല ഈ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. പോസ് അല്ല, ഇതിൻ്റെ പേര് പോസ് ഓഫ് i സ്റ്റോർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ജസ്റ്റ് റൺ ചെയ്താൽ നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. അതായത് നെഗറ്റീവ് വാല്യൂ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ബാക്കിയുള്ള 1 1 ഇവിടെയുണ്ട്, 2 3 ഇതാ ഇവിടെയുണ്ട്, പിന്നെ ഇതാ 4 അതുകൊണ്ട്, പിന്നെ ലാസ്റ്റുള്ള 2 2. ഓക്കെ, ഇവിടെ ഇതാ നെഗറ്റീവ് വാല്യൂവിനൊക്കെ നമ്മൾ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്ത് കൂട്ടിയതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈഫ് കണ്ടീഷൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ ആണോ ചെക്ക് ചെയ്ത് എന്നിട്ട് അതിന് ഞാൻ വേറൊരു അറയിലേക്ക് മാറ്റി. ഓക്കെ, j++ കൊടുക്കാൻ കാരണം ഓരോ വാല്യൂ കഴിയുമ്പോൾ അടുത്ത അറയിലേക്കാണ് ഇത് മാറ്റി വെക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടി j++ഉം k++ഉം ഉപയോഗിച്ച് പോസിറ്റീവ് വാല്യൂവിനും നെഗറ്റീവ് വാല്യൂവിനും ഞാൻ സെപ്പറേറ്റ് ആക്കി മാറ്റി വേറൊരു അറയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെഗറ്റീവ് വാല്യൂവിനാണ് ബിഗിനിങ്ങിലേക്ക് എത്തിക്കേണ്ടത്. അതിന് വേണ്ടി ആദ്യം ഞാൻ 0 to j വരെ കൊടുത്ത് AR ഓഫ് i എന്നും കൊടുത്ത് എന്നിട്ട് നെഗറ്റീവ് ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച്. ഓക്കെ, ആദ്യം നെഗറ്റീവ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് ഇനി നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട പോസിറ്റീവ് വാല്യൂ. അത് പോസിറ്റീവ് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് വീട് നോട്ടിട്ടല്ല സ്റ്റോർ ചെയ്യേണ്ടത്. ഈ ഒരു j സ്റ്റോർ ചെയ്ത് കഴിഞ്ഞില്ലേ, ആദ്യത്തെ ഫോർ ലൂപ്പ് നിർത്തിയെടുത്തുനിന്നാണ് j ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോർ ചെയ്തിട്ട്. അതിന് വേണ്ടിയാണ് ഇവിടെ ഞാൻ +j കൊടുത്തത്. അതായത് ആദ്യത്തെ ലിമിറ്റ് കണ്ട ആ ജയിലൊന്നും സ്റ്റോർ ആകുന്നില്ല. ഓക്കെ, ഇവിടെ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് ജയിലൊന്നും സ്റ്റോർ ആകുന്നില്ല. അതുകൊണ്ട് ഇവിടെ i 0 അല്ലേ, 0 + j എന്ന് വെച്ചാൽ j തൊട്ടിട്ടല്ലേ സ്റ്റാർട്ട് ആകുന്ന, j തൊട്ടിട്ട് അങ്ങോളം ഇനി പോസിറ്റീവ് വാല്യൂവിനെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഈ ഒരു വിധത്തിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അതായത് നെഗറ്റീവ് വാല്യൂസിനെ ബിഗിനിങ്ങിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു വിധത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ആദ്യത്തെ സെക്ഷനായിട്ട് പറയുന്നത് കൗണ്ട് ഓഫ് ഓൾ നെഗറ്റീവ് വാല്യൂ, അതായത് നെഗറ്റീവ് നമ്പറിൻ്റെ കൗണ്ട് കണ്ടെത്താൻ പറയുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളിവിടെ ഒരു ബ്രാക്കറ്റ് ബോഡി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു കോമ ഇട്ടിട്ട് നെഗ് കൗണ്ട്. ഓക്കെ, നെഗ് കൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ആ നെഗ്
നെക്ക് കൗണ്ടിനെ വിളിച്ച് പ്ലസ് പ്ലസ് കൊടുത്തത്. അതിനെ കൗണ്ട് നമുക്കിപ്പം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്ക് കൗണ്ട് പ്രിന്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പാണ് നമുക്കത് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. അപ്പോൾ പ്രിന്റ് എഫിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു കൗണ്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ഒരു പെർസെൻറ്റേജ് ടി കൊമയല്ല പെർസെൻറ്റേജ് ടി മാത്രം മതി. AR ഓഫ് അല്ല, നെക്ക് കൗണ്ട്. ഓക്കെ, ഇപ്പോൾ ആ നെക്ക് കൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു അടുത്ത ലൈനിൽ ബാക്കിയെല്ലാം പ്രിന്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. കൊമയുടെ ആദ്യം കുഴപ്പമായിട്ട് ഇപ്പം ഇങ്ങനെ നേരെ പുറത്ത് വന്നിട്ടല്ല നെക്ക് കൗണ്ട് പ്രിന്റ് ചെയ്ത് ബാക്കിയെല്ലാം അറിയാൻ പ്രിന്റ് ചെയ്ത് അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു പെർസെൻറ്റേജ് ബി കഴിഞ്ഞ ശേഷം അടുത്ത ലൈനിലേക്ക് ഞാൻ അതിനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ സീറോ നെഗറ്റീവ് ഒക്കെ വേറെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ അതേ ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു പാർട്ടും കൂടി ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മൂന്നാമത്തെ പാർട്ട് ഉണ്ടാവും. ഫൈൻഡ് ദ ആവറേജ് ഓഫ് നോൺ നെഗറ്റീവ് വാല്യൂ. അതായത് നോൺ നെഗറ്റീവ് എന്ന് വെച്ചാൽ സീറോ അടക്കമുള്ള ആ പോസിറ്റീവ് വാല്യൂൻ്റെ ആവറേജ് ആണ് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞത്. ആവറേജ് എന്ന് വെച്ചാൽ എനിക്കറിയാലോ, ആവറേജ് കാണാത്തവർക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ മുകളിൽ കൊടുക്കുക. ഓക്കെ, അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാനില്ല. ഇനി ആവറേജ് കാണാൻ ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് എന്ത് കൊടുക്കണം, നമുക്ക് കൗണ്ട് കാണണം. അതായത് പോസിൻ്റെ കൗണ്ടാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, പോസ് കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിൻ്റെ സമ്മും നമുക്ക് കാണണം. ഓക്കെ, പോസിൻ്റെ സമ്മും കൗണ്ടും കാണാൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പോസ് കൗണ്ട് പ്ലസ് പ്ലസ് അതുപോലെ തന്നെ പോസ് സം എങ്ങനെ കാണേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. സം AR ഓഫ് 5. ഇപ്പോൾ സമ്മും കിട്ടി, കൗണ്ടും കിട്ടി. ജസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു അറേ ഒക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അതുള്ള. അപ്പോൾ ജസ്റ്റ് പ്രിന്റഫിൻ്റെ അകത്ത് ഒരു ന്യൂ ലൈൻ അടുത്ത ലൈനിലേക്ക് മാറ്റാൻ വേണ്ടി കൊടുക്കാം. ഇനി ആവറേജ് ഓഫ് നോൺ നെഗറ്റീവ് എലമെന്റ്. നമ്മളെ പോസിൻ്റെ സമ്മ് എടുക്കുന്നുണ്ട് ഡിവൈഡഡ് ബൈ കൗണ്ട്, അതായത് പോസ് കൗണ്ട്. നിങ്ങൾ ഇത് ജസ്റ്റ് റൺ ചെയ്താൽ ഇപ്പോൾ അതിലൊരു കൊമയുടെ നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആവറേജ് ഓഫ് നോൺ നെഗറ്റീവ് എലമെന്റ്സ് 2 ആണ് പ്രിന്റ് ആയിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ന്യൂ ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അടുത്ത ലൈനിലേക്ക് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാ ആവറേജ് ഓഫ് നോൺ നെഗറ്റീവ് എലമെന്റ്സ് 2 എന്നാണ് പറഞ്ഞത്. അതായത് ഈ 1ഉം 1ഉം കൂട്ടിയാൽ 2 + 2 4 + 4 8 8ഉം 2 കൂട്ടിയാൽ 10 12 അതുപോലെ 15 ബൈ എത്ര വാല്യൂ ഉണ്ട്, ഇത് 6 വാല്യൂ അല്ലേ, 7 വാല്യൂ. അപ്പോൾ 15 ബൈ 7 എത്രയാണ്, 2 സംതിങ് അല്ലേ, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് ഈ വാല്യൂ വരിക. അപ്പോൾ ഇതിനെ ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ജസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ ഫ്ലോട്ട് ABC equal to float of control V
ഓക്കെ, ഇതാ ഫ്ലോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിനകത്ത് വാല്യൂ ഒരു പോസിറ്റീവിന് കൂടിയാണ് ചെറിയത് വാല്യൂ മാറുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. വാല്യൂ മാറിയിട്ടുണ്ട് 2ലേക്ക്. ഒന്നും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് തരാം. 2,1 ചേർക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഞാൻ ഈ എൽസിൻ്റെ ഉള്ളിൽ തന്നെ പോസ് കൗണ്ടും കണ്ടെത്തി, പോസ് സമ്മും കണ്ടെത്തി, എന്നിട്ട് ആ ഒരു വാല്യൂവിൻ്റെ ആവറേജ് നമ്മൾ കണ്ടെത്തി, അതായത് സം ബൈ കൗണ്ട്. ഓക്കെ, ആ ഒരു വിധത്തിൽ കണ്ടെത്തി. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് വാല്യൂസിൻ്റെ എണ്ണം 3 ആണെന്ന് നമ്മൾ കണ്ടെത്തി. പിന്നെ അതിൻ്റെ മുമ്പിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആവറേജ് ഇപ്പം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.